ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂമിൽ സീലിംഗ് ചെയ്യുന്ന സമയത്ത് എത്ര ലൈറ്റ്സുകളാണ്, എത്ര വാട്ട്സിൻ്റെ ലൈറ്റ്സുകളാണെന്നുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ റൂം സീലിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സീലിങ്ങിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് മുകളിലേക്ക് കൊടുത്തിട്ടിരിക്കണം. അതിനുശേഷം സീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടത് എവിടെയൊക്കെയാണ് ലൈറ്റ് വരുന്നതെന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ഏതൊക്കെ കോർണറിലൊക്കെയാണ്, പിന്നെ അത് മാത്രമല്ല LED സ്ട്രിപ്പ് കൊടുക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ LED കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആദ്യം ഇതിപ്പോൾ നമ്മൾ റൂമിൽ തീരുമാനിച്ചിരിക്കുന്നത് സീലിംഗ് മൊത്തം ചെയ്യുന്നുണ്ട്, പക്ഷേ സൈഡുകളിൽ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഫാനിൻ്റെ ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഓപ്ഷനായിട്ട് കാണണം. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് റൂമിന് സൈഡിലായിട്ട് 4 കോർണറിലാണ് 6 വാട്ടിൻ്റെ വാം വൈറ്റ്സ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ ധാരാളമായിട്ട് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വെട്ടം തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മളൊരു ട്യൂബ് സെറ്റ് 18 വാട്ടിൻ്റെ ഒരു ട്യൂബ് സെറ്റ് ഓൾറെഡി ഉണ്ട്. അതും കൂടി കൊടുത്തു കഴിയുമ്പോൾ നല്ല വെട്ടമായിരിക്കും വരുന്നത്. ഒരു ട്യൂബ് സെറ്റ്, പിന്നെ 4 സൈഡുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 6 വാട്ടിൻ്റെ ലൈറ്റുകൾ കൂടി കൊടുക്കാം. ഇനി 4 സൈഡ് ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കോർണർ, അതായത് കറക്റ്റ് വാളിൻ്റെ സെൻറ്റർ വരാവുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. കോർണർ അല്ലാതെ വാളിൻ്റെ സെൻറ്റർ വരാവുന്ന രീതിയിൽ വേണമെങ്കിൽ 4 സൈഡുകളിലും കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെട്ടം നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൻ്റെ അത് LED സ്ട്രിപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അതിനുള്ള പോയിൻ്റ് കൂടി നമ്മൾ കൊടുത്തിട്ടിരിക്കണം. LED സ്ട്രിപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് നമ്മൾ വെക്കേണ്ടത് നമ്മൾ 2 സൈഡുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതല്ല, നമ്മൾ മാക്സിമം ഒരു 10 മീറ്ററിൽ കൂടുതൽ, അല്ലെങ്കിൽ ഒരു 8 മീറ്റർ 10 മീറ്ററിൽ കൂടുതൽ LED സ്ട്രിപ്പ് ഒറ്റ അഡാപ്റ്ററിൽ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 അഡാപ്റ്ററുകളായിട്ട് 2 സൈഡുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംബിയർ എത്ര കൂട്ടി കൊടുത്താലും അതിൻ്റെ ഏറ്റവും അവസാനം LED സ്ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനം വരുന്ന സമയത്ത് വെളിച്ചക്കുറവ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ 2 അഡാപ്റ്റർ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ബെഡ് സ്വിച്ചിൻ്റെ വരുന്ന 2 ഏരിയകളിൽ നമ്മൾ 2 സ്വിച്ച് ബോർഡുകളാണ് കൊടുക്കുന്നത്. ഒന്നിൽ നമ്മൾ AC കാര്യങ്ങളെല്ലാം കൊടുത്തു. പിന്നെ രണ്ടാമത്തേൽ വന്ന് 2 വേ സ്വിച്ച് കാര്യങ്ങൾ, റെഗുലേറ്റർ, പിന്നെ ഒരു ഫുൾ ലാമ്പിൻ്റെ ഓപ്ഷൻ, പിന്നെ വരുന്നത് വെച്ചിട്ട് പ്ലഗ് സ്വിച്ച് കൂടിയും കൊടുത്തു. ഇതാണ് നമ്മൾ സാധാരണ ലെവലിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഒരു ഫുൾ ലാമ്പിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഫുൾ ലാമ്പ് നമ്മുടെ ബാത്റൂമിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഏരിയയിൽ ചെറിയൊരു ഡിം ലൈറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ AC സ്വിച്ച്, മാസ്റ്ററിൻ്റെ സ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലഗ് സ്വിച്ച് കൂടി നമ്മുടെ ബെഡ് സ്വിച്ചിൻ്റെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടുപുറത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 2 വേ സ്വിച്ച്, റെഗുലേറ്റർ, പിന്നെ വരുന്ന ഫുൾ ലാമ്പ്, പിന്നെ ഒരു പ്ലഗ് സ്വിച്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഫാനിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ഓപ്ഷത്തിൻ്റെ റാഡ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാനിൻ്റെ അവിടെ മാക്സിമം, അതായത് എത്ര വർക്ക് ചെയ്താലും നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജ് 10 ഇഞ്ച് കൂടുതൽ വേണ്ട, 10 ഇഞ്ച് അതിന് കുറയാനും പാടില്ല. എന്നാൽ മാത്രമേ ഫാൻ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തൂക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫാനിൻ്റെ ലെങ്ത്തിൽ വരുന്ന വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കൂടി, അതിന് എത്ര കനമാണ് വരുന്നത്, ജിപ്സം കൊടുക്കുന്ന കനം എത്രയാണ് വരുന്നത്, അതിനനുസരിച്ചിട്ട് വേണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 10 ഇഞ്ച് നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ പറഞ്ഞ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാനിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. റാഡ് ഓൾറെഡി കൊടുക്കുന്ന സമയത്തുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് റൂമിൽ എത്ര വാട്ട്സിൻ്റെ ലൈറ്റ്സ് ആണ് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I